ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ ഇറച്ചിച്ചോറ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പി ആയിരുന്നു ഇറച്ചിച്ചോറ്. അപ്പോൾ ഇങ്ങനെ ഇടാണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി തന്നെ നമ്മുടെ ഗീത ചേച്ചിയാണ്. ഗീത ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ചിക്കൻ വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ. അതേസമയം സെയിം റെസിപ്പി നിങ്ങൾക്ക് സോയ വെച്ചിട്ടും ചെയ്യാം, മട്ടൺ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഇറച്ചിച്ചോറ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ രുചികരമായ അതേസമയം ഈസി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബീഫാണ്. ഞാനിവിടെ ബീഫിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതേസമയം നിങ്ങൾക്ക് ബീഫിന് പകരമായിട്ട് ചിക്കൻ വെച്ചിട്ടും മട്ടൺ വെച്ചിട്ടും സെയിം റെസിപ്പി ഫോളോ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ബീഫാണ്. അത് തന്നെ നന്നായി വാഷ് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പീസസിന്റെ അളവുകളൊക്കെ, അതായത് വലിയ പീസ് വേണോ ചെറിയ പീസ് വേണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ നൈസ് നേരിയ തിന്നായിട്ട് വീതിയിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം 20 മിനിറ്റോളം നേരം വെക്കാം. അതിനുശേഷം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്ന പോലെ ഗ്രേവി റെഡിയാക്കിയതിന് ശേഷം ഗ്രേവിയിലോട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മട്ടനും ബീഫാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കൊരു കുക്കറിലോട്ട് ഈ ബീഫിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 20 മിനിറ്റ് എങ്കിലും മിനിമം അങ്ങ് ഇരുന്നോട്ടെ. അതിനുശേഷം നമുക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം 3/4 ഭാഗം വേവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഓരോ ബീഫ് അനുസരിച്ചും അത് കുക്കിങ്ങിന്റെ ടൈമിൽ മാറ്റം വരും. ഇവിടെയൊക്കെ പെട്ടെന്ന് ഇതിപ്പോൾ നല്ല ടെൻഡർ ആയിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് 2 വിസിൽ കൊണ്ട് തന്നെ മിക്കവാറും കുക്കായി കിട്ടും. എന്തായാലും നമുക്ക് 20 മിനിറ്റ് തന്നെ ഇങ്ങനെ തന്നെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം തീ ഓൺ ചെയ്യാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ കുക്കായിക്കോളും. പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ചില പടി പിടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കഴിഞ്ഞിട്ട് അങ്ങ് ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ബീഫ് ഞാൻ 3/4 ഭാഗം വേവിച്ച് വെച്ചിട്ടുണ്ട്. 3 വിസിലാണ് കേട്ടോ എനിക്ക് വേണ്ടി വന്നത്. തുറന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കാൻ തുടങ്ങാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഏത് റൈസാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്, ആ റൈസ് 20 മിനിറ്റ് മുമ്പേ തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. അതിന് തന്നെ നന്നായി വാഷ് ചെയ്യുക. അതിനുശേഷം സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീരകശാല അരിയാണ്, അതായത് കൈമ റൈസ് ആണ്. അതേസമയം നിങ്ങൾക്ക് ബസ്മതി റൈസ് ഉപയോഗിക്കാം, സാധാരണ പച്ചരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൊന്നി റൈസോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ റേഷനരിയോ മട്ടരി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. അപ്പൊ അത് ഞാനൊരു 3 ഗ്ലാസ് എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം അതിന്റെ വെള്ളമെല്ലാം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ടൊക്കെ റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഓയിൽ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയും നെയ്യുമാണ് ഇവിടെ ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി താല്പര്യമില്ലെങ്കിൽ ചെറിയുള്ളിക്ക് പകരമായിട്ട് നമ്മൾ ചേർക്കുന്ന സവാളയുടെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 20 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു 6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് ചേർത്താലും അല്ലെങ്കിൽ അരിഞ്ഞ് ചേർത്താലും മതിയാകും. ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി കേട്ടോ. അപ്പൊ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം. അതിനുശേഷം ഇത് നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഗോൾഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറയ്ക്കാം. അതിനുശേഷം അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
പിന്നെ ഇതിൽ അധികം എരിവില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ മാത്രം മതി. കാരണം നമ്മളിതിൽ ഒരു 6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ബീഫ് വേവിച്ചപ്പോഴും അതിൽ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വഴറ്റണം, അല്ലെങ്കിൽ ആ പച്ചക്കുത്ത് മാറാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാൻ മറക്കരുത്. ചെറിയ തീയിലിട്ടതിന് ശേഷം ഇതിലോട്ട് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരുപാട് മല്ലിപ്പൊടി ഒന്നും വേണ്ട, ഒരു പേരിന് വേണ്ടി മാത്രം. പിന്നെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്, 1/2 ടീസ്പൂൺ. ഇതിന്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നമുക്കിത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ തക്കാളി ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചു. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് ആ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഓയിൽ തെളിയുന്ന ഒരു പരിവാവുന്നവരെ നന്നായിട്ട് തക്കാളി വഴറ്റാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന 1/4 ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിന്റെ പീസസും ചാറോട് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ചെയ്ത് കൊടുക്കുക. 1/4 ഭാഗമല്ലേ വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായിട്ട് വറ്റിയതിന് ശേഷം വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിയും ഇടാനും, അതുപോലെ തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനും കേട്ടോ. നന്നായി വറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ചേർക്കാൻ പോകുന്ന വെള്ളത്തിന്റെ അളവ് മാറ്റം വരും, അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്ന അരി അനുസരിച്ചും വെള്ളത്തിന്റെ അളവ് മാറ്റം വരും. ബസ്മതി റൈസ് ആണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അതേസമയം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ജീരകശാല അരിയാണ്. അതുകൊണ്ട് 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അതനുസരിച്ച് ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. ഇത് നന്നായിട്ടൊന്ന് വറ്റട്ടെ. ആ സമയം കൊണ്ട് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ നമ്മുടെ ബീഫൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫിന്റെ കഷ്ണത്തിലോട്ടൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയുടെ ഇലയും അതുപോലെ തന്നെ പുതിനയുടെ ഇലയും ഇട്ട് കൊടുക്കാം. മല്ലിയുടെ ഇലയാണ് എപ്പോഴും നമുക്ക് കൂടുതൽ ഇടേണ്ടത്. അതേസമയം മറ്റേത് കുറച്ചിട്ടാൽ മതി കേട്ടോ, പുതിനയുടെ ഇല. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ബിസ്തയാണ്, അതായത് നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തത് പൊടിച്ചിട്ട് കൊടുക്കുക. കുറച്ച് കിസ്മിസ്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്. ഓപ്ഷനിലാണ് കേട്ടോ ഇതൊക്കെ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ മണം വന്നത് അല്ലേ, വാസന വന്നത്, മണമല്ല വാസന. ഇനി നമുക്കിതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് അരിയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേണം വെള്ളത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ. ഞാൻ 6 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. ഇതിന്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്യണം. ഉപ്പ് എന്തായാലും കുറവായിരിക്കും. ഉപ്പ് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ഒരല്പം ഉപ്പ് രസം മുന്നോട്ട് നിൽക്കണം. നമ്മൾ ബിരിയാണി ചെയ്യുമ്പോൾ പറയാറില്ല, അതുപോലെ തന്നെ ഒരല്പം ഉപ്പ് മുന്നോട്ട് നിൽക്കണം. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് അതിന് പ്രീതിയുടെ സഹായം വേണ്ടി വരും, കാരണം ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യില്ല ബീഫ് ഇട്ട കാരണം. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു കറി ഉണ്ടാക്കുന്ന സമയത്ത്. മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ കൂടെ. അപ്പൊ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ വേറെ. അപ്പൊ നിങ്ങൾ നോൺ വെജ് കഴിക്കാത്തവര് ആരെങ്കിലും സഹായം തേടുക, അല്ലെങ്കിൽ 1 ടീസ്പൂൺ, എന്നെ വിശ്വസിച്ച് 1 ടീസ്പൂൺ ഇട്ടോളൂ ഈ സമയത്ത് കേട്ടോ. അതിനുശേഷം നന്നായി ഇത് തിളക്കട്ടെ. അപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. അതിലോട്ട് 3 ഗ്ലാസ് ഊറ്റി വെച്ചിരിക്കുന്ന കൈമ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അരി ഇട്ടതിന് ശേഷവും നന്നായിട്ടത് തിളക്കണം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പൊ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അരി ഇട്ടതിന് ശേഷവും നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഉള്ളത് കൊണ്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ ഹോളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആവിയെല്ലാം പുറത്തോട്ട് പോകും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പാത്രം അടി പിടിക്കില്ലെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 16 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോറ് ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് അടച്ചു വെക്കാം. ഈ അടുപ്പിൽ നിന്ന് മാറ്റി ചൂടില്ലാത്ത അടുപ്പിലോട്ട് മാറ്റി അങ്ങ് അടച്ചു വെക്കാം. അപ്പൊ ബാക്കിയും കൂടെ അങ്ങ് കുക്കായിക്കോളും. പിന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ദം ചെയ്തെടുക്കാം. അപ്പൊ ദം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതേസമയം നിങ്ങൾക്ക് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ പോലെ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ പക്ഷെ ദം ചെയ്യാൻ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഈ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഞാനിവിടെ ദം ചെയ്യാൻ പോവുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൈസ് സൂപ്പർ ആയിട്ടുണ്ട്. പ്രീതി ടേസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും. ഞാൻ ഗ്യാരണ്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിർത്താം. ഇനി ദം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ദം ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്വാദ് കൂടും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള, ഞാൻ സെയിം പാത്രം തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെ സെയിം പ്രൊസീജിയർ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പട്ടയും ഗ്രാമ്പൂവും ഏലക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുതിനയുടെ ഇല, കുറച്ച് മല്ലിയുടെ ഇല,
കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല, പിസ്ത, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ലെയർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ മൊത്തം ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലവർ പറയാറുണ്ട് എൻ്റെ അടുത്ത്, ബിരിയാണിയൊക്കെ ദം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയി പോകുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ചോറിന്റെ വേവ് ഇച്ചിരി കുറവായിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അംശം കുറവായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് അതിലോട്ട് ഒന്നില്ലെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അരി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അരി വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും നന്നായിരിക്കും. അപ്പൊ കുറച്ചൊന്ന് ഒരു മോയ്സ്ചർ ഉണ്ടാവും, ഒരു ഇത്തിരി നനവ് ഉള്ള സമയത്ത് നമ്മൾ ദം ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ചോറിന്റെ ഭയങ്കര ഡ്രൈനെസ് മാറി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ഇപ്പോൾ ചൂടുവെള്ളം, പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണം. പാലാണ് ഏറ്റവും നല്ലത്. പാലല്ലെങ്കിൽ അരി വേവിച്ച വെള്ളം, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഒന്നും ഇല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം. എനിക്ക് 2-3 പേര് അങ്ങനെ കമന്റ് ഇട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിത് അടച്ചിട്ട് ദം ചെയ്യാൻ വെക്കാം. ഒരു പഴയ കല്ലിന്റെ മേലെ ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് നമുക്ക് വെക്കാം. അതല്ലെങ്കിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ചോറ് അങ്ങ് ദം ആയി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആവിയൊക്കെ പറക്കുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ പിസ്തയും നമ്മുടെ ഇലകളൊക്കെ ഇട്ടിട്ട് അലങ്കരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സെർവ് ചെയ്യാം. ബിരിയാണി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, സൂപ്പറാണ് കേട്ടോ ബിരിയാണി ചമ്മന്തി ഇതും. പിന്നെ നമ്മുടെ റൈത്ത, അതുപോലെ തന്നെ പപ്പടം, അച്ചാറ്. ഇതാണ് ഇതിന്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനൊരു പ്ലേറ്റിലോട്ടൊക്കെ ആക്കി ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇറച്ചിച്ചോറ് ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പപ്പടത്തിന് ഞാൻ പുറത്ത് വെച്ചു. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വെജിറ്റേറിയൻസ് എൻ്റെ അടുത്ത് പണങ്ങരുത്. വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് ഈ സെയിം റെസിപ്പി സോയ വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു ദിവസം വീഡിയോ ഇടാം. അങ്ങനെ കുറച്ച് സ്പൈസ് ലെവൽസ് ഒക്കെ വ്യത്യാസം വരും. ബീഫിൽ ചേർക്കുന്ന അത്ര മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ശരിയായിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർവ് ചെയ്തിരിക്കുന്നതിന്റെ കൂടെ ചമ്മന്തി, നമ്മുടെ കച്ചമ്പറ്, ലെമൺ ഡേറ്റ്സ് പിക്കിള്, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പൈനാപ്പിള്. ഞാൻ കഴിക്കില്ലെങ്കിലും പൈനാപ്പിൾ കണ്ടപ്പോൾ ഒന്ന് വെക്കാൻ തോന്നി. പിന്നെ പപ്പടം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇറച്ചിച്ചോറ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്